ആദ്യമേ തന്നെ പറയട്ടെ, എനിക്ക് നല്ല പനിയുണ്ട്. അതിൻ്റെതായ ശബ്ദത്തിന് എനിക്ക് മാറ്റമുണ്ട് കേട്ടോ. ക്ഷമിക്കുക. ഞാൻ വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കുക. കോഴിക്കോട് അർജുന്റെ വീടിന് പിറകിലൂടെ ഒഴുകുന്ന പൂനൂർ പുഴ ശനിയാഴ്ച ശാന്തമായിരുന്നെങ്കിലും ജനമൊഴുകിയ വഴികളിൽ പ്രവാഹം നിറച്ചില്ല. മലയാളികൾക്ക് കണ്ണാടിക്കലിനും ഇടയിലുള്ള ദൂരം അർജുൻ എന്ന ഒറ്റ വാക്കിലേക്ക് ചുരുങ്ങിയപ്പോൾ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ഒരാളായി മാറിയ ആ ചെറുപ്പക്കാരനെ കാണാനായി ഒരു നോക്ക് കാണാൻ പല ദേശങ്ങളിൽ നിന്ന് ആളുകളെത്തി. സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയതിന്റെ നേർസാക്ഷ്യമാണ് ശനിയാഴ്ച കണ്ണാടിക്കൽ കണ്ടത്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങിയ പലയിടങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അർജുനെ കാണാൻ വേണ്ടി മാത്രമായി കണ്ണാടിക്കലിലെത്തി. അർജുനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി മാത്രമായി ചിത ചിത എരിഞ്ഞു കഴിഞ്ഞും ഈ ഒഴുക്ക് തുടർന്നു. ഇങ്ങോട്ടുള്ള വഴിയൊന്നും അറിയില്ല. പുലർച്ചെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഒന്ന് കാണണമെന്ന ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. വാർത്തകൾ കണ്ടുള്ള പരിചയമാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ആയിപ്പോയി. ഇത് തന്നെയായിരുന്നു വന്നവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത്. ഒരു യാത്രാമൊഴി നൽകുക എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമാണെന്നാണ് അർജുനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കണ്ണൂർ ആലക്കോട്ട് നിന്ന് വന്നവർ പറഞ്ഞത്. നമ്മുടെ ആരുമല്ല, മണ്ണിടിഞ്ഞ അന്ന് തൊട്ട് കാണുന്നതാ. അതിനുശേഷം ആരൊക്കെയോ ആയി. ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയല്ലായിരുന്നു കാണേണ്ടിയിരുന്നത്. ജീവനോടെ ആയിരുന്നു. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ സഹോദരനെ പോലെയായി മാറിയിട്ടുണ്ട്. അങ്ങനെ അർജുൻ 74 നാളുകൾ കൊണ്ട് എല്ലാവർക്കും സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായ പ്രതികരണങ്ങൾ അവിടെ കേട്ടു. സ്ത്രീകളാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. പലരും സംസാരിക്കുന്നതിനിടയിൽ വിതുമ്പുന്നുണ്ടായിരുന്നു. അർജുന ജീവിതത്തെ ഒരിക്കൽ പോലും പരിചയപ്പെട്ടിട്ടില്ല. വടകര ഇരിങ്ങൽ സ്വദേശികളായ ശാന്തയും മോഹനും പക്ഷെ അർജുനെ അവസാനമായി കാണാൻ പുലർച്ചെ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കണ്ണാടിക്കൽ എന്ന പ്രദേശത്ത് ഒരിക്കൽ പോലും വന്നിട്ടില്ലെങ്കിലും കോഴിക്കോട് ബസ് ഇറങ്ങി ആളുകളോട് ചോദിച്ച് അർജുന്റെ വീട്ടിലെത്തുകയായിരുന്നു. ടി വിയിൽ കണ്ട് ഇഷ്ടമായി. വീട്ടിലെ ഒരാളെ പോലെ തോന്നി. അങ്ങനെ വന്നതാണെന്ന് ശാന്ത പറയുന്നു. ജീവനോടെ കിട്ടണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ സങ്കടമായി കരഞ്ഞു. ആദ്യത്തെ ദിവസം ടി വിയിൽ കണ്ടത് തൊട്ട് ഇതുവരെ കാണുന്നതാണ്. ശാന്ത പറഞ്ഞു. നമ്മുടെ സ്വന്തം ഒരാളെ പോലെ തോന്നിയത് കൊണ്ട് ദൂരവും സമയമൊന്നും നോക്കിയില്ല. ഇനി കാണാനാവില്ലല്ലോ. അങ്ങനെ എത്തിയതാണെന്ന് ശാന്തയും മോഹനും പറയുന്നു. അർജുൻ മരണത്തിലും കൈവിടാതെ കരുതി വെച്ച മകന്റെ കളിപ്പാട്ടം വല്ലാതെ വേദനിപ്പിച്ചെന്നു. ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. ഇതുപോലൊരു ദൗത്യം ജീവിതത്തിൽ ആദ്യം. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. മലയാളികളുടെ ഐക്യം വല്ലാതെ ഇഷ്ടപ്പെട്ടെന്നും അർജുന്റെ മൃതദേഹത്തെ അനുഭവിച്ചെത്തിയ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. രക്ഷാദൗത്യത്തിന്റെ ഭാഗമായ എല്ലാവരും അവരെ കഴിയുന്നതെല്ലാം ചെയ്തു. കേരളത്തിലെ ജനപ്രതിനിധികൾ സഹായിച്ചു. കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അർജുനെ രക്ഷിക്കാനാവാത്തത് ദുഃഖമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ സതീഷ് കൃഷ്ണയ്ക്ക് നാട്ടുകാർ നന്ദി പറഞ്ഞു. കാർവാർ മുതൽ കണ്ണാടിക്കലിലെ വീട് വരെ കർണാടക സർക്കാരിന്റെ പ്രതിനിധിയായി സതീഷ് കൃഷ്ണയും ആംഗോളയിൽ നിന്നുള്ള പോലീസുകാരും ഉണ്ടായിരുന്നു. നിങ്ങളെ ഒരു കാലത്തും മറക്കില്ല. ഞങ്ങളോടൊപ്പം നിന്ന് അർജുനെ കണ്ടെത്തി എന്നും കടപ്പാടുണ്ടാവുമെന്ന് എം.കെ. രാഘവൻ എം.പി. കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണ സെയിലിനോട് പറയുമ്പോൾ അത് മലയാളികൾക്ക് വേണ്ടിയുള്ള നന്ദി പറച്ചിൽ കൂടിയായി. പൊതുദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമായിരുന്നു നന്ദി പറച്ചിൽ. നിങ്ങൾ വല്ലാത്ത മനുഷ്യനാണ്. നിങ്ങളുടെ യോജിപ്പിനെ സല്യൂട്ട് ചെയ്യുന്നെന്നും കാർവാർ എം.എൽ.എ. മറുപടിയായി പറഞ്ഞു. ഗംഗാവാലിയിലെ കായങ്ങളിൽ അർജുനായി മുങ്ങിത്താപ്പിയ ഈശ്വർ മാൽപ്പയെ ഒടുവിൽ അർജുനെ കാണാൻ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി. മൃതദേഹത്തിനൊപ്പം ആംബുലൻസിൽ തന്നെയാണ് എത്തിയത്. മത്സ്യത്തൊഴിലാളികളും മാൽപ്പയ്ക്ക് പിന്നാലെ എത്തിച്ചേർന്നിരുന്നു. സംസ്കാര ചടങ്ങുകൾ അടക്കം മുഴുവൻ കഴിഞ്ഞാണ് അതേ ആംബുലൻസിൽ തന്നെ മടങ്ങിയത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ തന്നെ ഒരു തവണ ഈശ്വർ മാൽപ്പ വീട്ടിലെത്തിയിരുന്നു. സംസ്കാര ചടങ്ങിന് വരണമോ വേണ്ടയോ എന്ന് സംശയിച്ചതാണ്. മനാഫാണ് നിർബന്ധമായി എത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്നും മാൽപ്പെ പറഞ്ഞു.